പാലക്കാട് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. ആരമ്പത്തൂർ സ്വദേശി ആനന്ദ് ജയറാമാണ് മരിച്ചത്. സംഭവം പട്ടാമ്പി പടിഞ്ഞാറമ്മടം ഗുരുവായൂരപ്പൻ ക്ഷേത്രക്കടവിൽ. പാലക്കാട് തൃത്താലയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. ഞങ്ങാട്ടിരി ജുമാ മസ്ജിദിന്റെ സമീപമുള്ള കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാറിലുണ്ടായിരുന്ന 2 കുട്ടികളടക്കം 4 പേർ, ആർക്കും പരിക്കില്ല. സാമൂഹ്യവിരുദ്ധരുടെ ശല്യം കാരണം പൊറുതിമുട്ടി കൊല്ലം കുമരംചിറ UP സ്കൂളിന് സമീപമുള്ള പ്രദേശവാസികളും വിദ്യാർത്ഥികളും. അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. തൃശൂരിൽ അന്താരാഷ്ട്ര പുരുഷ ദിനത്തിൽ നീതിയും ക്ഷേമ സംരക്ഷണങ്ങളും പുരുഷനും വേണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിനുമായി സംഘടനകൾ. ഹൈക്കോടതിക്ക് മുന്നിൽ രാജ്യവ്യാപക പ്രക്ഷോഭ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി തൃശൂരിൽ നിന്നും ആരംഭിച്ച ബൈക്ക് റാലിയിൽ 100ഓളം പേർ പങ്കെടുത്തു. മലപ്പുറം വളാഞ്ചേരി ശ്രീനാരായണഗിരിയിലെ അന്നദാന മഹാമഹം മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലകാലത്ത് SNDP യോഗം, തിരൂർ യൂണിയനും KR ഗ്രൂപ്പും അയ്യപ്പ ഭക്തർക്ക് നൽകി വരാറുള്ള അന്നദാന മഹാമഹം ഈ വർഷവും ജനകീയം. കൊല്ലം പെരുവിരുത്തി മലനട ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനത്ത് അടുക്കുവെക്കുന്നതിനെ ചൊല്ലി സംഘർഷം. കടുത്താശ്ശേരി കൊട്ടാരത്തിൽ അടുക്കുവെച്ച് അനുവാദം വാങ്ങാനുള്ള ദേവസ്വം ഭരണസമിതി അംഗങ്ങളുടെ ശ്രമം ഒരു വിഭാഗം തടഞ്ഞു. ക്ഷേത്രത്തിലെ മുഖ്യ ഊരാളിയെ പുറത്താക്കിയതിനെ ചോദ്യം ചെയ്താണ് ഒരു വിഭാഗം മൂലസ്ഥാനത്ത് അടുക്കുവെക്കുന്നത് തടഞ്ഞത്. റൺ ഫോർ ഹെൽത്ത് എന്ന സന്ദേശം മുൻനിർത്തി FC റണ്ണേഴ്സ് ഫാറൂഖ് കോളേജ് കോഴിക്കോട് മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. മത്സരം മുൻ സന്തോഷ് ട്രോഫി താരം K അഷ്റഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ക്യാഷ് പ്രൈസുകളോടുകൂടി 2 വിഭാഗങ്ങളിലായി നടന്ന മാരത്തോണിൽ 600ഓളം പേർ പങ്കെടുത്തു.